ഹായ്. അപ്പൊ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ കൊച്ചിയിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. റിട്ടേൺ ജേണിയും എക്കോട്ടൽ ഹോട്ടലിലെ അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ റിട്ടേൺ ജേണി എങ്ങനെയാണെന്നും എങ്ങനെയാണ് തിരിച്ചു പോകുന്നതെന്നും രാവിലെ കഴിച്ച അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ എന്തൊക്കെയാണെന്നൊന്നും കാണാം. അപ്പോൾ ഇന്ന് തിരിച്ചു പോവാണ്. രാവിലെ തന്നെ ഫ്രഷപ്പ് ആയിട്ട് അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി. ഇപ്പോൾ 8 മണി ആയതേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അന്ന് കണ്ട കഫ്റ്റീരിയയിലേക്ക് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഇപ്പോൾ ഇവിടെ കോഫി, ഹോട്ട് ടീ, പിന്നെ മസാല ടീ, ഹോട്ട് മിൽക്ക്, അതിൻ്റെ ഒപ്പം തന്നെ കഴിക്കാനായിട്ട് കോൺഫ്ലേക്സ്, പിന്നെ ചോക്ലേറ്റ് ഫ്ലേക്സ്, പിന്നെ അതെടുക്കാനുള്ള ജ്യൂസുകൾ, പലതരം ജ്യൂസുകൾ, പിന്നെ ബ്രെഡ്, അതിനൊപ്പം ജാം, കുക്കീസ്, ഓറഞ്ച് ജാമുണ്ട്, ബട്ടറുണ്ട്, പിന്നെ പൈനാപ്പിൾ ജാമുണ്ട്. ബ്രെഡ് വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്ത് കഴിക്കാം. പിന്നെ നോൺ വെജ് വിഭവങ്ങളുണ്ട്, വെജ് വിഭവങ്ങളുണ്ട്. നോൺ വെജ് കറിയുണ്ട്, പിന്നെ അതുകൂടാണ്ട് റൈസ് ഉണ്ട്, പിന്നെ വെജ് നൂഡിൽസ് ഉണ്ട്, ക്രഷ്ഡ് എഗ് ഉണ്ട്, പോറിജ് കഞ്ഞിയുണ്ട്, ഉപ്പുമാ, വെജ് കറി, ദാൽ കറി, പിന്നെ ഇത് സാലഡ്സിൻ്റെ കൂടെ ചേർക്കാനുള്ള സാലഡ് സോസ് ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത പൈനാപ്പിൾസും ഉണ്ട് കേട്ടോ. അപ്പം ഇനി തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോൾ റൂമിൽ ചെന്നിട്ട് കുറച്ച് നേരം വിശ്രമിക്കണം. കാരണം ഇനിയിപ്പോൾ വൈകിട്ട് 4 മണിക്കാണ് ഇറങ്ങാൻ പോകുന്നത്. 4 മണി വരെ റൂം വെക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ 12 മണിക്കാണ് ചെക്ക് ഔട്ട് ടൈം. പക്ഷെ 4 മണി വരെ കുറച്ചുകൂടെ എക്സ്ട്രാ ടൈം എടുത്ത് 4 മണി വരെ റെസ്റ്റ് എടുക്കാൻ പോകണം. അത് കഴിഞ്ഞിനി എയർപോർട്ടിലേക്ക് പോകാനായിട്ട് 4 മണിക്കാണ് ഇറങ്ങാൻ പോകുന്നത്. അതുവരെ റെസ്റ്റ് എടുക്കാനാണ് ഉദ്ദേശം. റൂമിൽ പോയി ചെറിയൊരു പാക്കപ്പ് ഇതുണ്ട്, വലുതായിട്ടൊന്നും മെസ്സപ്പായിട്ടില്ല. ഇനി അതെല്ലാം എടുത്തൊന്ന് ഒന്നുകൂടെയൊക്കെ പാക്ക് ചെയ്ത് എല്ലാം ഉണ്ടോ എന്ന് നോക്കി സെറ്റ് ചെയ്ത് വെച്ചൊന്ന് റെസ്റ്റ് എടുക്കണം. അതിനുശേഷം തിരിച്ചിറങ്ങും. വൈകുന്നേരം 4 മണിയായി. അപ്പോൾ ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ റൂമൊക്കെ ചെക്ക് ഔട്ട് ചെയ്തു. ഇനി നേരെ ഇന്ദിരാ സ്ക്വയറിൽ ചെന്നിട്ട് ഒരു ടാക്സി വിളിച്ചാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. പോണ വഴിക്കുള്ള ഇത് കണ്ടോ, പിള്ളേരൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. കൂടാതെ വഴിയിൽ ഇതാ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കയറി നടന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിൽ കൂടെ നനയാതെ പോകുന്ന കാര്യമാണ്. ബാഗൊക്കെ നനയ്ക്കാതെ പോകണം. എങ്ങനെയും കുറച്ച് വെള്ളം ദേഹത്ത് വീഴാതിരിക്കൂല. ഇന്നലെ ആണെങ്കിൽ അവരെന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് തലയിൽ കൂടെയൊക്കെ വെള്ളം കോരിയും ഒഴിക്കും വന്നി. എന്ത് ചെയ്യാനാ, അവരുടെ ഒരു രസം. നമ്മുടെ ഈ ഹോളി പോലെ തന്നെ അവർ വെള്ളം ചീറ്റിക്കുന്നുള്ളത്, നമ്മളെ കളർ വെള്ളം ചീറ്റിക്കുന്ന പോലെ സാധാ പച്ചവെള്ളം ചീറ്റിക്കുന്നു. പിന്നെ ചൂടായത് കൊണ്ടൊരു സമാധാനമുണ്ട്. അപ്പം എങ്ങനെയും കുളിവെക്കാൻ രക്ഷപ്പെട്ട് എങ്ങനെയോ റോട്ടിലെത്തി. ഇനിയിപ്പോൾ ഒരു ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ടാക്സി കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ റേറ്റ് ചോദിക്കണം, എത്രയാണ് റേറ്റ് എന്ന് ചോദിക്കണം. അപ്പോൾ അവർ പറയും, ആ പറയുന്നതനുസരിച്ച് വേണ്ടാന്ന് പറഞ്ഞാൽ അവരങ്ങ് പോകും, വേറെ ടാക്സി തരും. അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ കൃത്യമായിടത്തേ പോകുള്ളൂ. അതുകൊണ്ട് പിന്നെ വലുതായിട്ട് അവർ ചോദിക്കത്തൊന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താലും നമുക്ക് കിട്ടും. അത് സമയത്തിന് മുമ്പേ ഇറങ്ങിയാൽ മതി. ഒരു ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ പറയുന്ന റേറ്റ് കൂട്ടി പറഞ്ഞ് അവർക്ക് മനസ്സിലാവുമ്പോൾ അവർക്കും കുറച്ചോളും. ഇപ്പോൾ ഇവിടുന്ന് 23 കിലോമീറ്റർ ഉണ്ട് ഇന്ദിരാ സ്ക്വയറിൽ നിന്ന് ഡോൺ മൊണാങ്ക് എയർപോർട്ടിലേക്ക്. ഡോൺ മൊണാങ്ക് എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത് കൊച്ചിയിലേക്ക് തിരിച്ച് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ 23 കിലോമീറ്റർ നമ്മളൊരു മീറ്റർ ടാക്സി പിടിച്ചാൽ ഇപ്പോൾ ഈ മീറ്റർ ഇതിന് ടാക്സി പിടിച്ചത് 250 ബാത്താണ് പറഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് കയറി. ഇതുപോലുള്ള ടാക്സിക്കാരൊന്നും അധികം വാങ്ങില്ല. ചിലരങ്ങ് കൂട്ടി അങ്ങ് പറയും 400 500 എന്നൊക്കെ അങ്ങ് പറയും. വായി തോന്നുന്നു അവർ പറയുന്നത്. അവിടെ ഇത്ര കിലോമീറ്ററിന് ഇത്ര എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്നും അവർ പാലിക്കുന്നേ ഇല്ല. നല്ല തട്ടിപ്പാണ് നടക്കുന്നത്. ഇതിപ്പോൾ ചിലർ മാന്യമായിട്ട് വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ കക്ഷി 250 താഴെ ഭാഗത്താണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 23 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്.
25 മിനിറ്റോളം എടുത്തോളൂ എയർപോർട്ട് വരാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 4:45-5 മണിയുടെ അടുത്തായി. ഇനിയിപ്പോൾ നേരെ ചെന്നങ്ങ് ബാഗേജ് ക്ലിയറൻസ് നടത്തണം. ഞങ്ങൾക്ക് വലിയ ബാഗേജ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ വലിയ ഇതൊന്നുമില്ല. നേരെ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. 8:30-ക്കാണ് ഫ്ലൈറ്റ് ടൈം അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുവരെ ഇവിടെയൊക്കെ സമയം ചെലവഴിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ ഒന്ന് കണ്ടുവരുമ്പോഴേക്കും അത്ര ആകും, ചെക്ക് ഇൻ ചെയ്തൊക്കെ വരുമ്പോഴേക്കും. അപ്പോൾ ഞാൻ മുന്നോട്ട് പോവാണ്. ചെക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. 7ാമത്തെ ഗേറ്റിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് 17 നേരെ കാണുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് ഇത് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ടൈം ആവും. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി പോവാണ്. 7ാമത്തെ ഗേറ്റിൽ നിന്നാണ് കയറേണ്ടത്. അപ്പോൾ 8 മണി കഴിഞ്ഞു. ഇപ്പം ബോർഡിംഗ് ഒക്കെ തുടങ്ങി. ഇപ്പം ബസ്സിനാണ് ഇവിടെ വന്നത്. ഇപ്പോൾ എയർ ഏഷ്യയുടെ ഫ്ലൈറ്റിനാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഉദ്ദേശിച്ച പോലെയല്ല, നല്ല തിരക്കുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും പതിയെ കയറാം, കാരണം തിരക്ക് കുടിച്ചിട്ട് കയറിയിട്ട് പറ്റൊന്നും പറയാനൊക്കത്തില്ല. അപ്പം നമ്മളിതാ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി കൊച്ചിക്ക് തിരിച്ചു പോവാണ്. അപ്പം അങ്ങോട്ട് പോവാം. അപ്പം ഇനി അവിടെ ചെന്നിട്ട് കാണാം. പുറകെ ഇനി ആളുണ്ടായിരുന്നു. അപ്പം സീറ്റൊക്കെ കിട്ടി. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അപ്പോൾ ഇത്രയും ദിവസമുള്ള പട്ടായയിലെയും ബാങ്കോക്കിലെയും മധുരതരമായ ദിവസങ്ങളെല്ലാം ഇനിയൊരു ഓർമ്മകളായി അവശേഷിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ബാങ്കോക്കിനോട് വിട പറയുകയാണ്. ഒരു ടൂർ ഏജൻസിയുടെ ഒരു സഹായമില്ലാതെ പട്ടായ ബാങ്കോക്ക് എങ്ങനെ പോയി വരാം എന്നൊരു സീരീസിൻ്റെ അവസാന ഭാഗമാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പ്രചോദനം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ കൊച്ചി എയർപോർട്ടിലെത്തി. എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. ഇപ്പം മണി 12 മണിയായി. അപ്പോൾ ബാഗുകളുമായി പുറത്തേക്ക് പോവാണ്. ഇനി കാറ് പാർക്ക് ചെയ്തെടുത്ത് പോയി കാറെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ എനിക്ക് പ്രചോദനം തന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.